നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. ശാരദയ്ക്ക് ജീവനുള്ള കാലത്തോളം നിങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എൻ്റെ മക്കളായിട്ട്. എൻ്റെ ശാരിമോളുടെ കഴുത്തി കിട്ടേണ്ട മുറിവാ നീ ഏറ്റുവാങ്ങിയത്. അവക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ശാരദ ഇത്രയും കാലം ജീവിച്ചത് പോലും വെറുതെ ആവുമായിരുന്നു. ശാരിയുടെ അല്ല, എൻ്റെ ജീവൻ തന്നെയാ രക്ഷിച്ചതെന്ന് ഞാൻ പറയൂ. അല്ല, ഒരു ഊണേ ഉള്ളൂ. ഒരു ഊണിന്റെ ചാർജാ 80. ഇന്നലെ ഒരു 50 ആയിരുന്നല്ലോ. ആ, അത് ഇന്നലെ വരെ. ഇന്ന് മുതലുള്ള കാര്യ ഞാൻ പറഞ്ഞത്. 50 രൂപയ്ക്കൊന്നും ഇപ്പൊ എവിടെ ഊണ് കിട്ടില്ലല്ലോ ചേട്ടാ. ഇവിടുത്തെ ബോർഡിലെ വിലയെ മാറാതുള്ളൂ. അരിക്കും പച്ചക്കറിക്കും എണ്ണയ്ക്കും ഗ്യാസിനും ഒക്കെ ദിവസവും വില കൂടുന്നുണ്ട്. ഓ ശരി ശരി, 80 80. അതെ, ആ ബോർഡിലെ വിലയും കൂടെ ഒന്ന് മാറ്റിയേക്കണേ. ഓ മാറ്റിയേക്കാ, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓ ഇത് 10 രൂപയല്ലേ ഉള്ളൂ. ഊണിന്റെ വില 80 ആണെന്നല്ലേ പറഞ്ഞേ? ആ 10 ഉള്ളൂ. ഊണിന് 80, പാഴ്സലാണെങ്കിൽ 90. ഇലയ്ക്കും കടലാസിനും ജോലിക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതൊക്കെ ചേർത്താ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുറെ സമ്പാദിക്കുമല്ലോ. പറ്റില്ലെനിക്കോ മോളെ. പറ്റോ? ഇവിടെ പറ്റൊന്നുമില്ല. അല്ല, ശാരദാമ്മ ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ, ശാരദാമ്മ വെച്ചിരുന്ന ബുക്ക് അത് ഞാൻ എടുത്തങ്ങ് കത്തിച്ചു കളഞ്ഞു. ബുക്ക് കാണിച്ച കടയിന്ന് പലവ്യഞ്ജനങ്ങളും പാലും പച്ചക്കറിയും ഒന്നും കിട്ടില്ല. അതിനെ കാശ് തന്നെ വേണം. ഞാൻ കാശ് എടുത്തിട്ടില്ലല്ലോ മോളെ. അയ്യോ മോളെ, ചക്കരയൊന്നും വിളിച്ച് മയക്കണ്ട. അമ്മയുടെ അടുത്ത് ചെലവാക്കിയ വിദ്യകളൊന്നും എന്റെ അടുത്ത് വില പോവില്ല. കാശില്ലെങ്കിലേ നക്കാൻ ഇറങ്ങരുത്. മോളെ അപമാനിക്കരുത്. കൈ കാശില്ലാതെ വയറും വാടകയ്ക്ക് എടുത്തോണ്ട് കഴിക്കാൻ ഇറങ്ങുന്നേ നിങ്ങൾക്കൊക്കെ എന്ത് അഭിമാനം ഉണ്ടെന്നാ? മോളെ, ഞാനെന്തെങ്കിലും ജോലി ചെയ്ത് മൂക്കുമുട്ട തട്ടിയിട്ട് അരിയാട്ടാം ഉഴുന്നാട്ടാന്നൊക്കെ പറയുന്ന പതിവ് നമ്പരൊന്നും ദേ ഇവിടെ ചെലവാവില്ല. അതിനൊക്കെ ഇവിടെ കാശ് കൊടുത്ത് ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. തൽക്കാലം നിങ്ങളെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പൊക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.